വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഈശോ എന്നെ അവിടുത്തെ സൗന്ദര്യത്താൽ വശീകരിച്ച് തന്നോടടുപ്പിച്ചപ്പോൾ എൻ്റെ ആത്മാവിൽ അവിടുത്തേക്ക് അഹിതമായതെന്തെല്ലാമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തു വില കൊടുത്താണെങ്കിലും അതെല്ലാം നീക്കിക്കളയാൻ ഞാൻ തീരുമാനിച്ചു. ദൈവകൃപയാൽ ഞാനത് ഉടനെ തന്നെ മാറ്റിക്കളഞ്ഞു. ഈ മഹാമനസ്കത കർത്താവിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുതൽ കൂടുതൽ ഉന്നതമായ കൃപകൾ ദൈവം എനിക്ക് നൽകാൻ തുടങ്ങി. ആന്തരിക ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തർക്കിക്കുകയില്ല. കർത്താവിൻ്റെ ആത്മാവ് നടത്തുന്ന വഴികളെപ്പറ്റി അപഗ്രഥിക്കുകയില്ല. ഞാൻ സ്നേഹിക്കപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. നിഷ്കളങ്ക സ്നേഹം ദൈവത്തെ അറിയാനും വളരെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും എന്നെ പ്രാപ്തയാക്കുന്നു. എൻ്റെ കുമ്പസാരക്കാരൻ എനിക്ക് ഒരു ദൈവജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വിശുദ്ധമാണ്. ഞാൻ ആത്മീയ പിതാവായ ഫാദർ സൊപ്പോച്കോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, ചോദിച്ചതിലും കൂടുതലായി ഭിക്ഷ ലഭിച്ച, പിന്തിരിഞ്ഞു പോകാതെ വളരെ തീഷ്ണതയോടെ കൃതജ്ഞത അർപ്പിക്കുന്ന ഒരു യാചകനെ പോലെ പെരുമാറുക. ഉന്നതമായ കൃപകൾ ഞാൻ നിനക്ക് തരുമ്പോൾ നീ അതിന് യോഗ്യയല്ലെന്ന് പറഞ്ഞ് നീ പിന്തിരിയരുത്. നീ യോഗ്യയല്ലെന്ന് ഞാനറിയുന്നു. എന്നാൽ ആനന്ദത്തോടെ നിനക്ക് വഹിക്കാൻ പറ്റുന്നിടത്തോളം നിക്ഷേപങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നെടുക്കുക. അങ്ങനെ എന്നെ കൂടുതൽ ആനന്ദിപ്പിക്കുക. ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. നിനക്കു വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കു വേണ്ടി കൂടി ഈ കൃപകൾ സ്വീകരിക്കുക. അതായത്, എൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിക്കാൻ നീ കണ്ടുമുട്ടുന്ന ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. ഓ, എന്നിൽ പൂർണ്ണമായ വിശ്വാസമുള്ള ആത്മാക്കളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. അവർക്കു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ നിമിഷം ഈശോ എന്നോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞെ, നിന്റെ ധ്യാനം എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു, ഈശോയെ, അതെങ്ങനെ പോകുന്നെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഉവ്വ്, ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ അധരങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ ഗുരുനാഥ, അങ്ങ് എന്നെ നയിക്കുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നു. കർത്താവെ, അങ്ങെൻ്റെ അടുക്കൽ നിന്ന് പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈശോ പറഞ്ഞു, അതെ, നീ യാതൊന്നിനെയും ഭയപ്പെടാതെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ആയിരുന്നാൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ നിന്റെ ആരംഭമായിരുന്നതുപോലെ അന്ത്യവുമായിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും സൃഷ്ടികളിൽ ആശ്രയം വയ്ക്കരുത്. അതെനിക്ക് അനിഷ്ടമുളവാക്കും. നിന്റെ ആത്മാവിൽ ഞാൻ മാത്രമായിരിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. നിന്റെ ആത്മാവിനു വേണ്ട വെളിച്ചവും ശക്തിയും ഞാൻ തരുന്നതാണ്. ഞാൻ നിന്നിലാണെന്ന് എൻ്റെ പ്രതിനിധിയിലൂടെ നീ മനസ്സിലാക്കും. സൂര്യൻ്റെ പ്രകാശത്തിൽ മഞ്ഞ് അപ്രത്യക്ഷമാകുന്നതുപോലെ നിന്റെ സംശയങ്ങൾ മാറിപ്പോ